ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോം. അതായത് ഒരു സമയം എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് എനിക്ക് മെൻ്റൽ സ്ട്രെസ്സ്, അതുപോലെ തന്നെ ആങ്സൈറ്റി, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, മാനസികമായിട്ട് എന്തൊക്കെയോ വല്ലാത്ത ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് പറയത്തക്ക വിധം എനിക്ക് വേറെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ അങ്ങനെയുള്ള ഇൻസിഡൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. എന്നാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പലതരത്തിലുള്ള ഒരു എന്താ പറയുക, ഈ പറയുന്ന സ്ട്രെസ്സ് കൂടുന്നതൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം. ഭയങ്കരമായിട്ട് ശരീരം തളരുക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ, നമുക്ക് പ്രോപ്പറായിട്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു, അറിവുള്ളവരോടും ഇങ്ങനെയുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ ധാരണയുള്ള ആളുകളോട് അവരുമായിട്ട് കൺസൾട്ട് ചെയ്തു ഒക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കവർ ചെയ്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇന്നിപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഭൂരിഭാഗം ആൾക്കാരും ആഗ്രഹിക്കുന്നത് ഒരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുറമെ നിന്ന് ആളുകൾ നോക്കുമ്പോഴത്തേക്കും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം ഇഷ്ടപ്പെട്ട സ്ഥലത്തിരുന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരുന്നുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാം, ഭയങ്കര കംപ്ലീറ്റ്ലി ഫ്രീഡം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. പക്ഷേ പല ആളുകളും അറിയാതെ ഇതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതിനകത്തുനിന്ന് പലതരത്തിലുള്ള പ്രശ്നം, കൂടുതലായിട്ടും മാനസിക സമ്മർദ്ദം നേരിടുന്ന ആളുകളെന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളതാണ് പഠനം പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന വർക്ക് ഫ്രം ഹോമിന് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിനെന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതിനകത്ത് വർക്ക് ഫ്രം ഹോം വഴി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് പുവർ വർക്ക് ലൈഫ് ബാലൻസ് എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ വർക്കും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫും, ഇത് രണ്ടും കൂടി നമുക്ക് അതിൻ്റേതായ സമയങ്ങളിൽ മാനേജ് ചെയ്ത് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം ആൾക്കാർക്കും. ചില ആളുകളെ സംബന്ധിച്ച് അവർക്കെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയാറുണ്ട്, പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും അത് സാധിക്കാറില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ വർക്കിൻ്റെ ടൈമും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സഡ് ആയിട്ട് ഭയങ്കര ഒരു സാമ്പാർ പരുവത്തിലായി മൊത്തത്തിൽ പെട്ടുപോകുന്ന സിറ്റുവേഷൻസ് പല ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. അതായത് എനിക്ക് തീരെ ടൈം കിട്ടണില്ല, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വർക്ക് ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റണില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല ആളുകളും നേരിടാറുണ്ട്. ഇപ്പോൾ FBOs ആണെങ്കിൽ കൂടി എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, എനിക്ക് ടൈം മാനേജ്മെൻറ്റിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ, എനിക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റണില്ല. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വർക്ക് ഫ്രം ഹോമിനകത്തുനിന്ന് വരുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണിത്. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല, ഒന്നും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് സ്വാഭാവികമായിട്ടും വരും. ഓക്കെ, ഇനി അടുത്തൊരു പ്രശ്നം എന്താണ്? അതായത് ഒറ്റപ്പെടുക എന്നുള്ള ആ ഒരു ഫീലിംഗ്. നമ്മൾ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ കൂടെ ആരുമില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിച്ചിരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോട്ടൊക്കെ സ്വാഭാവികമായിട്ടും വരാറുണ്ട്. ഇത് ഈ ഒരു വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകൾ കാരണം കൂടുതൽ ആളുകളും ഈ ഒരു വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് തന്നെ ലാപ്പും ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും, ഓൺലൈൻ ത്രൂ ആയിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരെ സംബന്ധിച്ചും ഡയറക്റ്റ്ലി ഉള്ള ഇൻട്രാക്ഷൻ, അത് ഫാമിലി ആയിട്ടായിക്കോട്ടെ, അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ കസ്റ്റമൈസുമായിട്ടായിക്കോട്ടെ, ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വളരെയധികം കുറവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇപ്പോൾ ഓൺലൈനിലൂടെ പല ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകും, പക്ഷേ അതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അതായത് ഈ ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആരുമില്ല, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ നമ്മളാരും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു തോന്നലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് പഠനം പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു പ്രശ്നം എന്താ? ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു വർക്ക് ഫ്രം ഹോമിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇതിപ്പം കാരണം നമ്മൾ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് എന്തായാലും ശരീരം അനങ്ങിയിട്ടുള്ള ഒരു പണിയില്ല എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്ന് വർക്ക് ചെയ്യുക എന്നുള്ളൊരു രീതി മാത്രമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫിസിക്കലി നമുക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇനി അടുത്തൊരു പ്രശ്നം എന്താണ്? പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമാണിത്. അതായത് നമ്മുടെ സ്ട്രെസ്സ് വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. സാധാരണയായിട്ടുള്ള ഒരു വ്യക്തിയെ അപേക്ഷിച്ചിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളുകൾക്ക് സ്ട്രെസ്സ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? നമുക്ക് എങ്ങനെ നമ്മുടെ വർക്കിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കാതെ ഈ ഒരു വർക്ക് ഫ്രം ഹോം കൃത്യമായിട്ട് ചെയ്തു പോകാം? അതിനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർക്കിംഗ് ടൈം ഫിക്സ് ചെയ്യുക. അതായത് നമുക്ക് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടൈം ഫിക്സ് ചെയ്യുക.
ഇത്ര മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഇത്ര മണിയാകുമ്പോഴത്തേക്കും വർക്ക് ക്ലോസ് ചെയ്യണം എന്നുള്ളൊരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യണം. അതായത് ഇപ്പോൾ പുറത്ത് ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് രാവിലെ 10 മണിക്ക് പോകുന്നു, വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കോ 7 മണിക്കോ ആയിട്ട് തിരിച്ചു വരുന്നു. അതിനുശേഷം പിന്നീട് അവർ ഓഫീസുമായിട്ട് പിന്നെ വലിയ കണക്ഷൻ ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആകാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ ഫാമിലി ടൈം ആയിക്കോട്ടെ, ഫ്രണ്ട്സിനൊപ്പം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ വർക്ക് ഫ്രം ഹോമിലേക്ക് വരുമ്പോഴത്തേക്കും പല ആൾക്കാരും ഇങ്ങനെ ഒരു ഓപ്പണിങ്ങും ക്ലോസിങ് ടൈം ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഫുൾ ടൈം ഇവർ കംപ്ലീറ്റ്ലി വർക്ക് എന്നുള്ളൊരു രീതിയിലേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ലൈഫും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫും നമുക്ക് ഒരു ബാലൻസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ ഭയങ്കര ബിസി പേഴ്സൺ പോലെ നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായില്ലേ? ഓവർ ബിസി ആയിരിക്കുക, ലൈഫിൽ ഓവർ ബിസി ആയിരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ടോക്സിക് പ്രൊഡക്ടിവിറ്റി എന്നുള്ളൊരു കാറ്റഗറിയിലേക്കൊക്കെ വരും. അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യം, അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ടൈം ഫിക്സ് ചെയ്ത് മാത്രം വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത്, ഭൂരിഭാഗം ആൾക്കാരും ഹൗസ് വൈഫ് ഒക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? കിച്ചണിലിരുന്ന് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ബെഡിലിരുന്നിട്ടൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് മാറ്റുക, നമുക്ക് ഒരു വർക്ക് സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് വീടിന് പുറത്ത് പോയി ഓഫീസ് കെട്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ വീടിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ടേബിളും ചെയറും ഇട്ട് അത് നിങ്ങളൊരു വർക്ക് സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ആക്കിയാൽ മതി. എന്നിട്ട് അവിടെ ഇരുന്ന് മാത്രം നിങ്ങൾ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വർക്ക് സ്പേസ് നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അവിടെ ഇരുന്ന് മാത്രം വർക്ക് ചെയ്യുക. ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ബ്രേക്ക് എടുക്കുക. നമ്മളെന്തായാലും ഇപ്പോൾ രാവിലെ മുതൽ ഒരു രാത്രി വരെ നമ്മൾ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ തന്നെ ഓരോ മണിക്കൂർ ഇടവിട്ടെങ്കിലും ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂറിൽ കൂടുതൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് പഠനം പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ബ്രേക്ക് എടുക്കുക. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ നോക്കിയിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്, ലാപ്ടോപ്പും ഫോണും ഒക്കെ നോക്കിയിട്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും കണ്ണിന് പ്രശ്നം ഉണ്ടാവും, കാതിന് പ്രശ്നം ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് ഓരോ മണിക്കൂർ ഇടവിട്ട് ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കുക. ഈ ബ്രേക്ക് എടുക്കുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കത്തില്ല. അത് നിങ്ങൾക്ക് ഉപകാരം മാത്രമേ ചെയ്യുള്ളൂ. കാരണം നമ്മൾ അങ്ങനെ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് പിന്നീട് വർക്ക് ചെയ്യാം. അതിനല്ലാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബ്രേക്കൊന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നീട് ഒരിക്കലും നമുക്ക് ഒരു തരത്തിലും വർക്ക് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ചാൻസും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാതിരിക്കാൻ നമ്മളിപ്പോഴേ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് നല്ലതല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ടൊന്ന് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നടക്കുകയും അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുകയും കണ്ണടച്ച് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മുടെ കണ്ണിന് റെസ്റ്റ് കൊടുക്കുക, ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ബോഡിയെ നമ്മൾ തന്നെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുക, മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, വർക്ക് ഫ്രം ഹോമിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞൊരു കേസാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നു, ഓഫീസിൽ പോകുന്ന ആൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരുന്നില്ല. പക്ഷേ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവൻ 24 അവേഴ്സും വർക്കാണ്. അവൻ ഉറങ്ങാതിരിക്കുന്ന സമയം എപ്പോഴാണോ ആ സമയത്ത് മാത്രമാണ് അവൻ്റെ ക്ലോസിംഗ് ടൈം എന്ന് പറയുന്നത്. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഇവർ വർക്കായിരിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾ ആ ഒരു ക്ലോസിംഗ് ടൈം ഫിക്സ് ചെയ്തിട്ട് ആ ക്ലോസിംഗ് ടൈം കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ടോ അല്ലെങ്കിൽ മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് നിങ്ങൾ ഇൻവോൾവ് ആകാതിരിക്കുക. മനസ്സിലായോ? കാരണം ഇത് നിങ്ങൾ മാറ്റി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വർക്ക് ലൈഫും അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ പറഞ്ഞ മെൻ്റലി പലതരത്തിലുള്ള മാനസികപരമായിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ക്ലോസിംഗ് ടൈം ഫിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ആ ഒരു വർക്ക് കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ടൈമായിട്ട് നിങ്ങൾ മാറ്റിയെടുക്കുക. അതായത് നിങ്ങളുടെ ഫാമിലി ടൈം, അതുപോലെ തന്നെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാകും. അതായത് ചിലപ്പോൾ വരയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ചിലർ ഡാൻസിനോടൊക്കെ താല്പര്യമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടാവും. അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ കാണാൻ ശ്രമിക്കുക. മാക്സിമം സ്ക്രീൻ മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർ കൂടുതൽ പേഴ്സണൽ ടൈമുകളിൽ സ്ക്രീനൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഓരോ ചെറിയ ടാസ്കുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടോ അവിടെ ഇത്ര റിസൾട്ടേ വന്നുള്ളൂ എന്നുള്ളതിനെ കണ്ടുകൊണ്ട് നമ്മൾ സ്വയം പഴിക്കാൻ നിൽക്കാതെ ഞാൻ ഇത്രത്തോളം എഫേർട്ട് ഇട്ടല്ലോ എന്നുള്ള ഒരു കാര്യത്തിലാണെങ്കിൽ കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ചെറിയ ചെറിയ ടാസ്കുകൾ, ഇപ്പോൾ നമ്മൾ ഇന്നൊരു 10 കസ്റ്റമറിലേക്ക് ഡയറക്റ്റ്ലി ഞാൻ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ചെറിയൊരു ടാസ്ക് ആയിരിക്കും നമ്മൾ വെച്ചേക്കണം. ഈ ടാസ്ക് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഞാനത് ചെയ്തല്ലോ എന്നുള്ള തരത്തിൽ നമ്മളൊന്ന് സ്വയം പ്രശംസിക്കാൻ ശ്രമിക്കുക. നമ്മളെ പ്രശംസിക്കാൻ വേറെ ആരും വരത്തില്ല, നമ്മൾ സ്വയം ഒന്ന് പ്രശംസിക്കാൻ ശ്രമിക്കുക. അത് മെൻ്റലി നമുക്ക് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു റിലാക്സേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. അത് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്രോ ചെയ്യാനുള്ള ഒരു എന്താ പറയുക, മെൻ്റലി നമ്മളൊന്ന് ആക്റ്റീവ് ആകാനൊക്കെ അത് കാരണമായേക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഫ്രം ഹോം നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ലൈഫിൽ ഉണ്ടാവില്ല. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാനുള്ളത് ഫോർ അവർ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള വ്യക്തികളോടാണ്. ഇവിടെ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പോൾ പലതരത്തിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലീഡ്സ് ഇല്ല, അല്ലെങ്കിൽ വരുന്ന ലീഡ്സിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. അവരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അവരെ എങ്ങനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ക്ലോസിങ് എങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു ക്ലോസിങ് എങ്ങനെ ചെയ്യാം, ഇതിനൊന്നും ഒരു ഐഡിയ കിട്ടണില്ല എന്നുള്ള വിഷമത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പോൺസറിങ് സ്കില്ല് കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂടി കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ കൂടി സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. അതായത് ഞാനിവിടെ ഒരു 6 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ എങ്ങനെയൊക്കെ നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യാം, അതായത് കൂടുതൽ പൈസ ചിലവില്ലാതെ നമുക്ക് എങ്ങനെയൊക്കെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ നല്ലൊരു ഫോളോ അപ്പ് കൊണ്ടുവരാം, എങ്ങനെ നല്ലൊരു ക്ലോസിങ് ബിൽഡ് ചെയ്യാം, അതുപോലെ തന്നെ ടീം മാനേജ്മെൻറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു 6 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. റെക്കോർഡ് സെക്ഷൻ ആയിരിക്കും. സോ ചെറിയൊരു ഫീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ടാകും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുണ്ടാകും. സോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് വളരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ദ്.